നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലുള്ളത് ചോതി നക്ഷത്രക്കാരുടെ 2025 മെയ് മാസത്തിലെ വിശദമായ ഫലങ്ങളാണ്. പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ, വിവിധ ജീവിത മേഖലകളിലെ ഫലങ്ങൾ, പ്രതിവാര വിശകലനം, ദോഷപരിഹാരങ്ങൾ എന്നിവയാണ് ഉള്ളത്. 2025 മെയ് മാസം ചോതി നക്ഷത്രക്കാർക്ക് ഒരു നിർണായക മാസമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില വെല്ലുവിളികളും തടസ്സങ്ങളും നേരിടേണ്ടി വരുമെങ്കിലും മാസത്തിൻ്റെ മധ്യത്തിൽ നടക്കുന്ന വ്യാഴമാറ്റം വളരെ അനുകൂലമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും. ശനി, രാഹു എന്നിവയുടെ 6ാം ഭാവത്തിലെ സ്ഥിതി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും. ഈ മാസം ശ്രദ്ധയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ട് പോകേണ്ടത് പ്രധാനമാണ്. ചോതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം നോക്കാം. ചോതി നക്ഷത്രക്കാർ പൊതുവെ ദയയും സഹാനുഭൂതിയും ഉള്ളവരും എന്നാൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. ഇവർ സത്യസന്ധരും വാക്ക് പാലിക്കുന്നവരുമാണ്. കാര്യങ്ങൾ നേരെ പറയുന്ന പ്രകൃതക്കാരാണ്. നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവും ഇവർക്കുണ്ട്. എന്നാൽ ചിലപ്പോൾ നിർബന്ധ ബുദ്ധിയും മുൻകോവും ഒക്കെ പ്രകടിപ്പിക്കാനും ഇടയുണ്ട്. വിമർശനങ്ങൾ അത്ര ഇഷ്ടപ്പെടാത്ത ഇവർ സ്നേഹത്തിന് മുന്നിൽ വേഗം വഴങ്ങുന്നവരുമാണ്. 2025 മെയ് മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ ചോതി നക്ഷത്രത്തെ സംബന്ധിച്ച് നോക്കാം. ചോതി നക്ഷത്രം ഉൾപ്പെടുന്ന തുലാം രാശിയെ ഈ മാസം സ്വാധീനിക്കുന്ന പ്രധാന ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സൂര്യൻ മെയ് 15 വരെ 7ാം ഭാവമായ മേടത്തിലും ശേഷം 8ാം ഭാവമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു. വ്യാഴം മെയ് 14 8ാം ഭാവമായ ഇടവത്തിൽ നിന്ന് 9ാം ഭാവമായ മിഥുനത്തിലേക്ക് മാറുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതും അനുകൂലവുമായൊരു മാറ്റമാണ്. ശനി 6ാം ഭാവമായ മീനൻ രാശിയിൽ തുടരുന്നു. ഇത് പൊതുവെ അനുകൂലമായ ഫലം നൽകും. രാഹു 6ാം ഭാവമായ മീനത്തിൽ ശനിയോടൊപ്പം തുടരുന്നു. ഇതും അനുകൂലമായിട്ടാണ് കാണുന്നത്. കേതു 12ാം ഭാവമായ കന്നി രാശിയിൽ തുടരുന്നു. ചൊവ്വ 10ാം ഭാവമായ കർക്കടകൻ രാശിയിൽ നീചനായി ഈ മാസം മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ശുക്രൻ, രാശാധിപനായ ശുക്രൻ മെയ് 31 വരെ 6ാം ഭാവമായ മീനത്തിൽ ശനി, രാഹു എന്നിവരോടൊപ്പം സ്ഥിതി ചെയ്യുന്നു. മെയ് 31 7ാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യും. ബുധൻ മെയ് 7 വരെ 6ാം ഭാവത്തിലും മെയ് 7 മുതൽ 23 വരെ 7ാം ഭാവത്തിലും മെയ് 23 മുതൽ 8ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. 2025 മെയ് മാസത്തിലെ ചോതി നക്ഷത്ര ഫലം പൊതുവെ നോക്കുമ്പോൾ തൊഴിൽപരമായി 10ാം ഭാവത്തിലെ ചൊവ്വ തൊഴിൽപരമായി പ്രവർത്തനസ്വലത നൽകുമെങ്കിലും സമയം പാലിച്ചില്ലെങ്കിൽ തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയാക്കും. ജോലിയിൽ അമിത അധ്വാനം വേണ്ടിവരും. ചില ജ്യോതിഷികൾ ഈ മാസം ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ ഇത് വിജയത്തിൻ്റെ സമയമാണെന്നും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുമെന്നും പറയുന്നുമുണ്ട്. ജോലിയിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. മാസത്തിൻ്റെ പകുതിയോടെ വ്യാഴം 9ാം ഭാവത്തിലേക്ക് മാറുന്നത് തൊഴിൽപരമായ ഭാഗ്യം കൊണ്ടുവരും. പുതിയ അവസരങ്ങൾ ലഭിക്കാനും തടസ്സങ്ങൾ മാറാനും സാധ്യതയും കാണുന്നു. ശനി, രാഹു നേതൃത്വം 6ാം ഭാവത്തിലെ സ്ഥിതി ശത്രുക്കളെ അതിജീവിക്കാനും മത്സരങ്ങൾ വിജയിക്കാനും സഹായിക്കും. കർമ്മരംഗത്ത് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലതാണ്. സാമ്പത്തികപരമായി മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അഷ്ടമ വ്യാഴം സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമായേക്കും. മെയ് 14 വ്യാഴം 9ാം ഭാവത്തിലേക്ക് മാറുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിക്കുകയും ചെയ്യും. ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കും. 12ലെ കേതുവും 8ലെ സൂര്യനും മാസത്തിൻ്റെ 2ാം പകുതിയിൽ അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയും കാണുന്നുണ്ട്. ശ്രദ്ധയോടെ ബജറ്റ് തയ്യാറാക്കേണ്ടത് ആവശ്യമാണ്. കടങ്ങൾ കൈകാര്യം ചെയ്യാനും ശത്രുക്കളുടെ മേൽ സാമ്പത്തിക വിജയം നേടാനും 6ലെ ശനി, രാഹു എന്നിവർ സഹായിക്കും. ആരോഗ്യപരമായി ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ 2ാം പകുതിയിൽ സൂര്യൻ 8ാം ഭാവത്തിലേക്ക് മാറും. രാശാധിപനായ ശുക്രൻ 6ാം ഭാവത്തിൽ ശനി, രാഹു എന്നിവരോടൊപ്പം നിൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, അതായത് പ്രമേഹം, ഹോർമോൺ വ്യതിയാനങ്ങൾ, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകൾ പറയുന്നു. ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും ശ്രദ്ധിക്കുക. 6ലെ ശനി, രാഹു എന്നിവർക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. എങ്കിലും ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കുകയും ചെയ്യരുത്. കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 7ലെ സൂര്യൻ ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കാം. മാസത്തിൻ്റെ 2ാം പകുതിയിൽ സൂര്യൻ 8ലേക്ക് മാറുന്നത് കുടുംബപരമായ ചില വിഷമതകൾക്ക് കാരണമാവുകയും ചെയ്യും. 7ാം ഭാവത്തിലൂടെയും 8ാം ഭാവത്തിലൂടെയുമുള്ള ബുധൻ്റെ സഞ്ചാരം ആശയവിനിമയത്തിൽ ശ്രദ്ധ പുലർത്തുന്നതായി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കേണ്ടതാണ്. വ്യാഴം 9ാം ഭാവത്തിലേക്ക് മാറുന്നത് കുടുംബത്തിൽ ക്രമേണ സമാധാനവും സന്തോഷവും കൊണ്ടുവരും. മുതിർന്നവരുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും. പ്രണയജീവിതമായി നോക്കുമ്പോൾ പ്രണയബന്ധങ്ങളിൽ ഈ മാസം ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനിടയുണ്ട്. 7ലെയും 8ലെയും സൂര്യൻ, ബുധൻ എന്നിവരുടെ സഞ്ചാരം ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കാം. 6ലെ ശുക്രൻ പ്രണയകാര്യങ്ങൾക്ക് അത്ര അനുകൂലവുമല്ല.
വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കുള്ള മാറ്റം പ്രണയബന്ധങ്ങളിൽ പുരോഗതി കൊണ്ടുവരാനും അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനും സഹായിക്കാനും ഇടയുണ്ട്. വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമാണ്. വ്യാഴം 9ാം ഭാവത്തിലേക്ക് മാറുന്നത് പഠനത്തിൽ മികച്ച വിജയം നേടാനും പുതിയ വിഷയങ്ങൾ പഠിക്കാനും അവസരം നൽകുകയും ചെയ്യും. മത്സര പരീക്ഷകളിൽ വിജയം 6ലെ ശനി, രാഹു എന്നിവരുടെ പിന്തുണയും ഉണ്ടാകും. ഓരോ ആഴ്ചയിലെയും വിശകലനം നോക്കാം. 1ാം ആഴ്ച മെയ് 1 മുതൽ 4 കഴിഞ്ഞതാണ്. അഷ്ടമ വ്യാഴം, 7ലെ സൂര്യൻ എന്നിവ മൂലം മാസം വെല്ലുവിളിയോടെ ആരംഭിക്കും. പങ്കാളിത്തം, ആരോഗ്യം, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ ആവശ്യമായിരിക്കുന്നു. 2ാം ആഴ്ച മെയ് 5 മുതൽ 11 വരെ. ആദ്യ ആഴ്ചയിലെ പ്രവണതകൾ തുടരുന്നുണ്ട്. മെയ് 7-ന് ബുധൻ 7ാം ഭാവത്തിലേക്ക് മാറിയത് ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യവുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ചില അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. 3ാം ആഴ്ച മെയ് 12 മുതൽ 18 വരെ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയാണ്. മെയ് 14-ന് വ്യാഴം ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്ക് മാറുന്നുമുണ്ട്. ഇത് അഷ്ടമവ്യാഴ ദോഷം തീർത്ത് വലിയ ആശ്വാസവും അനുകൂല ഫലങ്ങളും നൽകി തുടങ്ങും. മെയ് 15-ന് സൂര്യൻ 8ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. ഇത് ആരോഗ്യത്തിലും മറ്റു കാര്യങ്ങളിലും അല്പം ശ്രദ്ധ ആവശ്യമുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ പിന്തുണ ഒരു പരിധിവരെ സംരക്ഷണം നൽകുകയും ചെയ്യും. പുതിയ കരാറുകൾ ഒപ്പിടാൻ കഴിയും. അനുകൂലമായ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന സമയവുമാണ്. 4ാം ആഴ്ച മെയ് 19 മുതൽ 25. വ്യാഴത്തിൻ്റെ 9ാം ഭാവത്തിലെ സ്വാധീനം വർദ്ധിക്കുന്നുണ്ട്. ഭാഗ്യവും അവസരങ്ങളും മെച്ചപ്പെടും. 8ലെ സൂര്യൻ കാരണം ആരോഗ്യത്തിൽ ശ്രദ്ധയും കാര്യങ്ങളിൽ ജാഗ്രതയും തുടരണം. മെയ് 23-നും ബുധൻ 8ാം ഭാവത്തിലേക്ക് മാറുന്നത് സംസാരത്തിൽ ശ്രദ്ധ പുലർത്തുന്നതായി കാണണം. 10ാം ഭാവത്തിലെ നീചനായ ചൊവ്വ കാരണം തൊഴിൽപരമായ കാര്യങ്ങൾക്ക് അധിക പരിശ്രമം വേണ്ടിവരും. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വഴികൾ തെളിഞ്ഞു തുടങ്ങുകയും ചെയ്യും. 5ാമത്തെ ആഴ്ച മെയ് 26 മുതൽ 31. വ്യാഴത്തിൻ്റെ അനുകൂല സ്വാധീനം ഈ ആഴ്ചയും തുടരും. യാത്രകൾക്കും ഉപരിപഠനത്തിനും ആത്മീയ കാര്യങ്ങൾക്കും നല്ല സമയമാണ്. മെയ് 31-ന് ശുക്രൻ 7ാം ഭാവത്തിലേക്ക് മാറുന്നത് മാസാവസാനം ബന്ധങ്ങൾ അല്പം ആശ്വാസം നൽകും. 8ലെ സൂര്യൻ കാരണം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുകയും ചെയ്യരുത്. തൊഴിലിടത്തിൽ ക്ഷമയും കഠിനാധ്വാനവും തുടർന്നുകൊണ്ടിരിക്കുക. ദോഷപരിഹാരങ്ങൾ. രാഹു പ്രീതിക്കായി നക്ഷത്രാധിപൻ രാഹു ആണ്. അതിനാൽ രാഹു പ്രീതിക്കായി ദുർഗാഭജനം, നാഗാരാധന, രാഹുഗായത്രി ജപം എന്നിവ ഉത്തമമാണ്. ശുക്രപ്രീതിക്കായി രാശ്യാധിപൻ ശുക്രനായതുകൊണ്ട് ശുക്രപ്രീതിക്കായി മഹാലക്ഷ്മിയെ ഭജിക്കുക. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ നടത്തുന്നത് നല്ലതാണ്. വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. വ്യാഴം അനുകൂല ഭാവത്തിലേക്ക് മാറിയെങ്കിലും വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെ ഭജിക്കുക, വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നിവ ഭാഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സൂര്യപ്രീതി. 8ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിനാൽ ആദിത്യ ഹൃദയം ജപിക്കുക. ഞായറാഴ്ചകളിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുക എന്നത് നല്ലതാണ്. ചൊവ്വാപ്രീതി. ചൊവ്വ നീചനായതിനാൽ സുബ്രഹ്മണ്യ ഭജനം, ഹനുമാൻ സ്വാമി ആരാധന എന്നിവ നൽകാനും ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ക്ഷേത്ര ദർശനം. ചോതി, ചതയം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിട്ടാണ് കാണുന്നത്. ചോതി നക്ഷത്രക്കാർക്ക് 2025 മെയ് മാസം ആദ്യ പകുതിയിലെ വെല്ലുവിളികൾക്ക് ശേഷം 2ാം പകുതിയിൽ വലിയ ആശ്വാസവും പുരോഗതിയും നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ 9ാം ഭാവത്തിലേക്കുള്ള മാറ്റം ഒരു അനുകൂല സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമായേക്കാം. ഇതിൽ ജോലി, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതും ശുഭാപ്തി വിശ്വാസത്തോടെ പരിശ്രമിക്കുന്നതും ഈ മാസത്തെ അനുകൂലമാക്കാൻ സഹായിക്കുകയും ചെയ്യും. വ്യത്യസ്ത പ്രവചനങ്ങൾ നിലവിലുള്ളതിനാൽ പ്രത്യേകിച്ച് തൊഴിൽ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം കൂടി പരിശോധിച്ചാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉചിതമായിരിക്കുകയും ചെയ്യും.